വാതിൽ തുറന്നു വെച്ച് ഓടുന്ന ബസ്സിലിരുന്ന് യാത്ര ചെയ്യാൻ പേടിയുള്ളവരാണ് നമ്മളിൽ പലരും, അല്ലേ? തുറന്ന റോഡിനടുത്തുള്ള ഡോറിനടുത്തുള്ള സീറ്റിൽ ഇരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ തന്നെ പറ്റുകയില്ല. അപ്പോൾ വിമാനത്തിന്റെ ഡോർ തുറന്നു പോകുന്നതിനെക്കുറിച്ച് സങ്കല്പിച്ചു നോക്കൂ. അലാസ്ക എയർലൈൻസ് യാത്രക്കാർക്കുണ്ടായത് ഭയപ്പെടുത്തുന്ന ഒരു അനുഭവമാണ്. പറന്നുയർന്ന ഉടൻ വിമാനത്തിന്റെ വാതിൽ ഇളകിത്തെറിച്ചു. പലരും ഉറക്കെ നിലവിളിച്ചു. അപകടം കൂടാതെ വിമാനം നിലത്തിറക്കി. പക്ഷേ ആ അനുഭവം നൽകിയ ഞെട്ടലിൽ നിന്ന് ഇനിയും യാത്രക്കാരിൽ പലരും മോചിതരായിട്ട്. അക്ഷയ വിജയുണ്ട് തത്സമയം. അക്ഷയ, ഞാനിപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ആലോചിച്ചത്, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ കോളേജിലൊക്കെ പോകുമ്പോൾ പ്രൈവറ്റ് ബസ്സിൻ്റെ നമ്മൾ ക്ലീനറെ കിളി എന്നാണ് വിളിക്കുക. പ്രൈവറ്റ് ബസ്സിൻ്റെ കിളി ഇങ്ങനെ വാതിൽക്കൽ നിൽക്കുമ്പോൾ നല്ല തിരക്കുള്ള ബസ്സിൽ വാതിലിനോട് ചേർന്ന ഭാഗത്തെങ്ങാണമാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ഈ ക്ലീനർക്കും അപ്പുറം ഒരു ഡോർ ഉണ്ടായാൽ പോലും അവിടെ നിൽക്കാൻ നമുക്ക് പേടിയാണ്. വളവൊക്കെ വരുമ്പോൾ എങ്ങാനും തെറിച്ചു പോയാലോ എന്നാണ് നമ്മൾ ആലോചിക്കുക. അപ്പോൾ ഈ വിമാനത്തിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കല്ലേ? തീർച്ചയായിട്ടും ഞാനും ഇത് കണ്ടപ്പോൾ ആദ്യം അത് തന്നെയാണ് ഓർത്തത്. നമ്മളൊക്കെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ആ ഒരു വളവ് തിരിയുമ്പോൾ ചിലപ്പോൾ ഭയങ്കര പിടിച്ച് കഷ്ടപ്പെട്ടൊക്കെ ആയിരിക്കും നിൽക്കുക. എങ്കിൽ പോലും നമുക്ക് പേടിയാണ് വീഴുമോ എന്ന്. പക്ഷെ അതൊരു റോഡാണെന്നെങ്കിലും നമുക്ക് സമാധാനിക്കാം. അപകടം പറ്റും ഉറപ്പാണ്. പക്ഷേ ഇത് വിമാനത്തിലൊക്കെ ഇങ്ങനെ സംഭവിച്ചപ്പോൾ ആ ഇരുന്ന ആളുകളുടെ മനസാന്നിധ്യത്തെക്കുറിച്ച് പറയാതെ വയ്യ. പെട്ടെന്ന് പാനിക് ആകാം, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ അവർ ഇങ്ങനെ പേടിച്ചു പോയെങ്കിൽ കൂടിയും അപകടമൊന്നുമില്ലാതെ തിരിച്ചിറങ്ങാനൊക്കെ കഴിഞ്ഞു. ഈ ഡോറിൻ്റെ അവർ വിമാനത്തിൽ കയറി ഏകദേശം ഒരു 16,000 അടി ഉയരത്തിലെത്തുമ്പോഴാണ് ഈ ഒരു വിൻഡോ ഇങ്ങനെ തകരുന്നത്. ആദ്യം വലിയൊരു ശബ്ദം കേൾക്കുന്നു. ആളുകളെല്ലാം വലിയ ഭയത്തോടു കൂടി അവിടേക്ക് നോക്കുകയാണ്. അപ്പോഴാണ് ഈ വിൻഡോ ഇങ്ങനെ പൊട്ടിത്തെറിച്ചു പോയിരിക്കുന്നത് കാണുന്നത്. ഒരു കുട്ടിയാണ് അതിൻ്റെ ഏറ്റവും തൊട്ടടുത്തുണ്ടായിരുന്നത്. അവൻ പരിക്കൊന്നും പറ്റിയില്ലെങ്കിൽ കൂടിയും വളരെ പേടിച്ചു പോയി. യാത്രക്കാരുടെ ഫോണുകളൊക്കെ നഷ്ടപ്പെട്ടു. പോർട്ട്ലൻഡിൽ നിന്നും കാലിഫോർണിയയിലേക്ക് പോകേണ്ട വിമാനമായിരുന്നു ഇത്. എന്തായാലും വലിയ അപകടമാണ് ഒഴിവായത്. 174 യാത്രക്കാരും 6 ക്യാബിൻ ക്രൂ മെമ്പേഴ്സും ഒക്കെയാണ് ആ ഒരു വിമാനത്തിലുണ്ടായിരുന്നത്. അവർ വളരെ പാനിക്കായി. അതോടൊപ്പം തന്നെ എല്ലാവരും ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയില്ലല്ലോ. സുരക്ഷിതമായി തിരിച്ചിറങ്ങാൻ കഴിയുമെന്നൊരു വിശ്വാസം അവർക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിൽ പോലും വളരെ സമചിത്തതയോടുകൂടി അവരെല്ലാവരും സീറ്റിൽ ഇരുന്നു. അവരുടെ ക്യാബിൻ ക്രൂ മെമ്പേഴ്സിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചു. അങ്ങനെ പ്ലെയിൻ സേഫായിട്ട് ടേക്ക് ഓഫ് ചെയ്ത അതേ എയർപോർട്ടിൽ തന്നെ ലാൻഡ് ചെയ്തു. എല്ലാവരും സുരക്ഷിതരായിരിക്കുന്നു. 2003 നവംബറിലായിരുന്നു ഇതിനൊരു ഫെഡറൽ ഏവിയേഷൻ ഈ ഒരു വിമാനത്തിന് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുന്നത്. വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ ഇത് സർവീസ് ആരംഭിച്ചിട്ട് പോലും. എന്നിട്ടും ഇത്തരത്തിലൊരു അപകടം എങ്ങനെ ഉണ്ടായി എന്നതിനെപ്പറ്റി ഡിപ്പാർട്ട്മെൻറ്റ് പോലും കൃത്യമായൊരു വിശദീകരണം ഒന്നും നൽകിയിട്ടില്ല. എന്തായാലും അന്വേഷണം നടക്കുന്നുണ്ട്. അലാസ്ക എയർലൈൻസ് ഇത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ കാരണം എന്താണെന്ന് വിശദീകരിക്കുമെന്നൊക്കെയാണ് അറിയിച്ചിരിക്കുന്നത്. ആർക്കും ആളപായം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇതുപോലെ ആശ്വാസത്തോടു കൂടി അല്ലെങ്കിൽ കുറച്ച് കൗതുകത്തോടു കൂടി ഇതൊക്കെ പറയാൻ കഴിയുന്നു. ശരി അക്ഷയ.